പുസ്തകം വായിച്ചിട്ട് കരയാത്തവരും സിനിമ കണ്ടാൽ കരയും. ശരിക്കും നജീബിക്ക ആ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ കുറച്ച് പോലും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ അപ്പം പുള്ളി ശരിക്കും അനുഭവിച്ചു. അതെ അതെ, എല്ലാവരുടെയും നല്ല ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. നന്നായിരുന്നു പൊന്നുവാനെ. നല്ല പടമായിരുന്നു. സ്റ്റോറി അറിയായിരുന്നോ? ബുക്സ് വായിച്ചിട്ടുണ്ടോ അതോ നേരത്തെ? കുറച്ച് അറിയാമായിരുന്നു അതിനെക്കുറിച്ച്. എങ്ങനെയുണ്ട് മൂവിയായിട്ട് കണ്ടപ്പോൾ? നന്നായിരിക്കുന്നു, വല്ലാത്ത അഭിനയം. അടിപൊളി മൂവിയാണ്. സൂപ്പർ മൂവി, സൂപ്പർ. എന്താണ് പറയാനുള്ളത്? സൂപ്പറാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ ഒരുപാട് സങ്കടവും വിഷമവും വിഷമമൊക്കെ തോന്നിയതാണ്. ഒക്കെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഒരാൾ അനുഭവിച്ചു എന്നുള്ള ഒരു അതെ, എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം മസ്റ്റായിട്ട്. തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. പൃഥ്വിരാജ് ഉമ്മ എന്ന് വിളിച്ചപ്പോൾ നമ്മൾ തന്നെ കരഞ്ഞു പോയി. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം ഇത്ര കൂടെ ഇൻറ്റൻസ് ആയിരുന്നു സ്റ്റോറി. അതിന് സൗണ്ട് എഫക്ട്സ് ഇടും, AR റഹ്മാൻ്റെ പാട്ടൊക്കെ ഇടും. 16 വർഷത്തെ ഒരു കാത്തിരിപ്പായിരുന്നല്ലോ ബ്ലസ്സിയുടെ സംവിധായകൻ്റെ. അതെ അതെ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായിരിക്കുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? എഫക്റ്റീവ്, നല്ല സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ പടമാണ്. അവാർഡ് തീർച്ചയായിട്ടും കിട്ടും. ഇതെങ്ങനെ ഈ സ്റ്റോറി അറിയായിരുന്നു നേരത്തെ? ഞാൻ ഒരു വർഷം ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒന്ന് പടം കണ്ടത്. ബുക്ക് വായിച്ചപ്പോൾ ഒരു ഇമാജിനേഷൻ ഉണ്ടായിരിക്കുമല്ലോ. അത് സിനിമയായിട്ട് കണ്ടപ്പോൾ അതെന്ത് തോന്നി? ഉണ്ട്, നല്ല ഇതാണ്. ആ ഒരു ഫീലിംഗ് കിട്ടി. കിട്ടിയിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? കൊള്ളാം, നല്ല പിക്ചർ. ഒത്തിരിയായിട്ട് ഞെട്ടിച്ചു ആ ഒരു ഫീലിംഗ്. തീർച്ചയായിട്ടും ഞെട്ടിച്ചു. ക്ഷമിച്ചായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. കരച്ചിലെല്ലാവരും ഇങ്ങനെയാണ് ഒന്ന് കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് റിയൽ ഒരു സംഭവം കൂടെ ആണല്ലോ. അതെ. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ? സൂപ്പർ. ഞെട്ടിച്ചായിരുന്നു. കുഴപ്പമില്ല, നല്ല സിനിമ. ഒരാൾ ഇത്രയും കഷ്ടപ്പെട്ടു എന്ന് തോന്നണം, സഹിക്കാൻ പറ്റുന്നില്ല. പൃഥ്വിരാജിന്റെ ആ ഒരു ലാസ്റ്റ് സീൻ ഉണ്ടല്ലോ, ഒരു നടന്നു പോകുന്നുണ്ട്. വല്ലാത്തൊരു ഹൃദയഭേദമായിട്ടുള്ള ഒരു ഞെട്ടിപ്പോയായിരുന്നു പെട്ടെന്ന് സഡൻലി. ഞെട്ടിപ്പോയായിരുന്നു. ഭയങ്കര സങ്കടം തോന്നി. ഭയങ്കര സംഭവമായി. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? എല്ലാവരുടെ പെർഫോമൻസ് അതെ, ഒരാൾ ഇത്രയാണ് കഷ്ടപ്പെട്ടത്. ഇതൊരു സാങ്കല്പിക കഥയല്ലല്ലോ, ജീവിത സാഹചര്യമായിട്ട് സങ്കടം തോന്നും. എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമ. ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു? അറിയാം? ഇല്ല. ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ടായിരുന്നു ഫീലിംഗ്? നല്ല സിനിമയായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? അടിപൊളിയായിരുന്നു. പൃഥ്വിരാജ് അടിപൊളിയായിരുന്നു. അവാർഡ് കിട്ടുമോ പൃഥ്വിരാജിന്? നാഷണൽ അവാർഡ് കിട്ടണമെന്നാണ്. പിന്നെ കരയാതിരിക്കും, ഒരാളുടെ കഷ്ടപ്പാട് അതേയുള്ള പറയാൻ കൊണ്ടുപോയത് അതേപടി തിരിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. സ്റ്റോറി അറിയായിരുന്നോ അതോ ഫസ്റ്റ് ടൈം ആണോ മൂവിയായിട്ട് കാണുന്നത്? എങ്ങനെയാണ്? ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. യൂണീക്ക് സോങ് ആയിരുന്നു. എനിക്ക് പറയാനുള്ള ഇത് കണ്ട മല്ലിക സുകുമാരൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് എങ്ങനെ കണ്ടു കാണുമെന്നാണ്, സ്വന്തം മകനെ ഇങ്ങനെയുള്ള രീതിയിൽ എങ്ങനെ കണ്ടു കാണുമെന്ന്. അതെ പാൻറ്റ് പോലും നല്ല ലൂസായിട്ട്, അത് അത്രയും ബോഡി എങ്ങനെ റിവ്യൂസ് കേട്ടെങ്കിലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരമ്മ അത് കണ്ട അവസ്ഥയാണ് ആലോചിക്കുന്നത്. നല്ല ഫിലിമാണ്. പൃഥ്വിരാജിന്റെ അഭിനയം ഇല്ല, കുറച്ചൊക്കെ അറിയാം. മൂവി നല്ലതായി. എല്ലാവരും പെർഫോമൻസ് നല്ലതായിരുന്നു. അത് സഹിക്കാൻ പറ്റില്ല, കഷ്ടം തോന്നി. ഇത്രയും മെലിയാൻ പറ്റിയോ? അതിനുവേണ്ടി നല്ല എഫേർട്ട് എടുത്തു. നല്ല റിയൽ സ്റ്റോറി അത്രയും അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, നന്നായിട്ട് കഷ്ടപ്പെട്ടു. പൃഥ്വിരാജിന്റെ അഭിനയം കൊള്ളാം. ആ കൊച്ചു പയ്യനായിട്ട് അഭിനയിച്ച ഗോകുലിന്റെ അഭിനയം കൊള്ളാം. അതിനുള്ള സമയം കിട്ടിയില്ല. അവാർഡ് കിട്ടാൻ ചാൻസ് ഉറപ്പാണ്. നല്ല പടം, ഫീൽ ഗുഡ് മൂവി. സ്റ്റോറി അറിയായിരുന്നു? അറിയാം. സിനിമയായിട്ട് കണ്ടപ്പോൾ എന്ത് തോന്നി? നന്നായിട്ട് തോന്നി, നല്ല പടം. ഇത് കിട്ടിയായിരുന്നു ആ ഒരു ഫീലിംഗ്? ശരി, കിട്ടി. അറിയായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ല സിനിമ. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. പൃഥ്വിരാജ് തകർത്തായിരുന്നു. മരുഭൂമിയിലുള്ള കഷ്ടപ്പാടും പിന്നെ സ്റ്റോറി ആയിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോൾ രക്ഷപ്പെടാൻ പറ്റാതെ. സിനിമ കൊള്ളാം. ഹക്കീം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ
സിനിമ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? പെർഫോമൻസ് ഒക്കെ നല്ല ഇതായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. അത് ആരെയാ ഒരുപാട് പൃഥ്വിരാജ് ആ കൂടെ ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഹക്കീം എന്ന് പറഞ്ഞ ഗോകുൽ നന്നായിട്ട് ചെയ്തു. നന്നായി ചെയ്തു. ഇതാണ് കണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. വായിച്ചിട്ടുണ്ടോ നോവൽ? ഇല്ല സിനിമയായിട്ട് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ല സിനിമ.